ഹലോ, ഇന്ന് നമുക്കിതേ ഈ ഒരു ഹെയർ ബാൻഡിൽ നമുക്കൊരു വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 3 ടൈപ്പ് പീസുകൾ എടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഒരു നീളത്തിലുള്ളതും പിന്നെ ഈ ഒരു ഷേപ്പിൽ 2 എണ്ണം കട്ട് ചെയ്തതുമായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നീളത്തിലുള്ള പീസ്, അതായത് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ നീളം അനുസരിച്ച് കുറച്ചും കൂടിയും കൂട്ടിയെടുത്തൊരു പീസാട്ടോ ഇത്. ഇതിനെ നമുക്ക് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അതിൻ്റെ അറ്റം ആ ഒരു ഹെയർ ബാൻഡിൻ്റെ വീതി എന്തോരം വരുമോ അതനുസരിച്ച് നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ വെട്ടിയ ഈ 2 പീസിനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ വേണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കത് ഈ ഒരു നടുഭാഗം കണ്ടില്ലേ, അവിടെ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. ഇനി നമുക്കിത് നേരത്തെ എടുത്ത നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു നീളത്തിലെ പീസിനെ നമ്മൾ ഉള്ളിലേക്കാക്കിയിട്ട്, സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് ഹെയർ ബാൻഡിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് കിട്ടിയതാട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ ഈ 2 അറ്റവും നമുക്കൊരു പശ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ 2 പീസ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ, അതിനെയും നമ്മൾ ഉള്ളിൽ കൂടി എടുത്ത് ഇതുപോലെ വെച്ചു. ഇനി നമുക്ക് ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാം. കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി നമുക്കിത് നേരത്തെ വെച്ച ഹെയർ ബാൻഡിൽ ഇതുപോലെ മുകളിലോ സൈഡിലോ വരുന്ന രീതിയിൽ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് നമുക്ക് നടുക്ക് ഇതുപോലെ നടുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ മടക്കി കണ്ടോ, ഇതുപോലെ മടക്കി എടുക്കാം. എന്നിട്ട് ഈ പീസിനെ നമുക്ക്, ഈ മടക്കിയ പീസിനെ നമുക്ക് ഇതിൻ്റെ നടുഭാഗത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം. അപ്പം ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡാട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.